USSന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് വെൻ ലൈറ്റ് റിഫ്ലെക്സ് അല്ലെങ്കിൽ പ്രകാശം പ്രതിപദിക്കുമ്പോൾ. നിങ്ങൾ മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പർ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ചാപ്റ്റർ ആണിത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുന്ന രീതിയിൽ USSന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് മാർക്ക് കിട്ടുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്റർ ഒന്ന് പഠിച്ചെടുക്കാം. ഓക്കെ, ചെറിയ വീഡിയോ ആണ്. നമ്മൾ എന്ത് ചെയ്യും, മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്യും, അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ തിയറി കൂടെ നമ്മൾ പഠിച്ചെടുക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ വെൻ ലൈറ്റ് റിഫ്ലെക്ട്സ്, ആദ്യം നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് പ്രകാശം കടത്തിവിടുന്ന ഒബ്ജക്ട്സുകളെ പറ്റിയാണ്. അല്ലെങ്കിൽ പ്രകാശം എല്ലാവരും ഒരുപോലെ കടത്തിവിടോ? ഇല്ല, അല്ലെ? ഫോർ എക്സാമ്പിൾ ഗ്ലാസ് വരുന്ന ലൈറ്റ് റേസിനെല്ലാം കടത്തിവിടും, ആരെയും ബ്ലോക്ക് ചെയ്യൂല, അല്ലെ? ബ്ലോക്ക് ചെയ്യൂല. അങ്ങനത്തെ ആൾക്കാരെ വിളിക്കുന്ന പേരാണ് നമ്മൾ ട്രാൻസ്പെറന്റ് അല്ലെങ്കിൽ സുതാര്യ വസ്തുക്കൾ എന്നൊക്കെ മലയാളത്തിൽ പറയില്ല. സുതാര്യ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ വരുന്ന ലൈറ്റിൽ നീ കടന്നു പോയി എനിക്ക് യാതൊരു കുഴപ്പമില്ല, വരുന്ന ലൈറ്റ് എല്ലാം കടത്തിവിടും. ഇനിയോ ട്രാൻസ്ലൂസന്റ്, അതായത് വരുന്ന എല്ലാവരും കടത്തിവിടൂല, ചില ആൾക്കാരെ മാത്രം കടത്തിവിടും, ബാക്കിയുള്ള ആൾക്കാരെ ബ്ലോക്ക് ചെയ്യും. ഫോർ എക്സാമ്പിൾ സൺഗ്ലാസസ്, അങ്ങനത്തെ ആൾക്കാരെ വിളിക്കുന്ന പേരാണ് അർദ്ധധാര്യ വസ്തുക്കൾ. അർദ്ധധാര്യ വസ്തുക്കൾ. ഓക്കെ, സൺഗ്ലാസ്, നമ്മൾ സൺഗ്ലാസോട് നോക്കുമ്പോൾ സൺഗ്ലാസിന്റെ കളർ ഏതാണ്, ആ കളറിലായിരിക്കും നമ്മൾ എല്ലാതും കാണാൻ. കാരണം എന്താ, സൺലൈറ്റിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട്. അപ്പൊ ഈ സൺഗ്ലാസ് ചില റേസിനെ മാത്രം കടത്തിവിടും, ബാക്കിയുള്ളവരെല്ലാം ഇതുപോലെ ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ സൺഗ്ലാസിന്റെ കളറിൽ ചുറ്റുള്ള ഒബ്ജക്ട്സ് കാണുന്നത്. അർദ്ധധാര്യ വസ്തുക്കൾ. ഓക്കെ, സുതാര്യ വസ്തുക്കൾ, അർദ്ധധാര്യ വസ്തുക്കൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഫുൾ കടത്തിവിടുന്ന പകുതി, കുറച്ച് കടത്തിവിടുന്ന ആൾക്കാരെ, ഇനി കടത്തിവിടാത്ത ആൾക്കാർ, ഫുൾ വരുന്ന ലൈറ്റ് റേസിനും ബ്ലോക്ക് ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഒപ്പാക് അല്ലെങ്കിൽ അധാര്യ വസ്തുക്കൾ. അധാര്യ വസ്തുക്കൾ. അത് പിന്നെ ഒബ്വിയസ് ആണ്, അല്ലെ? ഫോർ എക്സാമ്പിൾ ബാഗോ അല്ലെങ്കിൽ എൻ്റെ കയ്യിലോട്ട് ലൈറ്റ് വന്നാൽ എന്ത് ചെയ്യില്ല, കടത്തിവിടൂല, അല്ലെ? അധാര്യ വസ്തുവാണത്. സുതാര്യം, അർദ്ധധാര്യം, അധാര്യം. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഞാൻ ജസ്റ്റ് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ ഈ വേർഡ്സ് ഒക്കെ ഓർത്ത് വെച്ച പോലെ നിർബന്ധമാണ്. ഓക്കെ, അത് വെച്ചിട്ടായിരിക്കും നമുക്ക് വേഗം ആൻസർ ചെയ്യാനും അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാം. ഓക്കെ, അപ്പൊ ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റ് ലൈറ്റ് വരുന്നു, മുഴുവൻ ആൾക്കാരും കടത്തിവിടുന്നു. ട്രാൻസ്ലസ് ഒബ്ജക്റ്റ് കുറച്ച് ആൾക്കാരെ പിടിച്ചു വെക്കുന്നു, ബാക്കിയുള്ള ആൾക്കാരെ കടത്തിവിടുന്നു. ഓക്കെ, ഈ ആൾക്കാരെയൊക്കെ പിടിച്ചു വെക്കുന്നു, ബാക്കിയുള്ള ആരെ കടത്തിവിടുന്നു. ഒപ്പാക്, എല്ലാവരും പിടിച്ചു വെക്കുന്നു, ഒരുത്തനും ഇവിടുന്ന് പോകണ്ടെന്ന് പറയുന്ന ആൾക്കാരാണ് ഒപ്പാക് അല്ലെങ്കിൽ അധാര്യ വസ്തുക്കൾ. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി റിഫ്ലക്ഷനിലോട്ട് പോകാം. റിഫ്ലക്ഷൻ അതായത് പ്രതിപതനം, പ്രകാശത്തിന്റെ പ്രതിപതനം. ചാപ്റ്ററിന് അതാണ്, അല്ലെ? വെൻ ലൈറ്റ് റിഫ്ലെക്ട്സ്. ഇവിടെ നോക്കാം, ലൈറ്റ് വന്നിട്ട് കടത്തിവിടുന്നതിനെ പറ്റിയും ബ്ലോക്ക് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചു. പക്ഷെ നേരെ റിഫ്ലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ വരുന്ന വഴി തിരിച്ചു പോകുന്നതാണെന്നുണ്ടെങ്കിലോ, അതിന് വിളിക്കുന്ന പേരാണ് റിഫ്ലക്ഷൻ. വരുന്ന അതേ വഴിയല്ല തിരിച്ചു പോകലേ, അത് നിങ്ങൾക്ക് അറിയുന്നതാണ്, അല്ലെ? അതിന് ചില ലോസ് ഒക്കെ ഉണ്ട്, ആ ആംഗിൾ ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ വരുന്ന ആൾക്കാരെ തിരിച്ചുവിടുന്ന ഈ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് റിഫ്ലക്ഷൻ, പ്രതിപതനം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെന്റ്, സണ്ണിന്ന് ലൈറ്റ് വരുന്നു, നിങ്ങളെ കണ്ണാടിയിൽ മുട്ടിക്കുന്നു, തിരിച്ചതാ ഒരു ചുമരിലോട്ട് അടുപ്പിച്ചാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ? മിറർ വെച്ചാല് സണ്ണിന്ന് ലൈറ്റ് വരുന്നു, മിററിൽ തട്ടിയിട്ട് ആ ചുമരുമ തന്നെ തട്ടും. അപ്പൊ ലൈറ്റ് എന്ത് ചെയ്യണം, ലൈറ്റ് പിടിച്ചു വെക്കുന്നില്ല അല്ലെങ്കിൽ കടത്തി വിടുന്നില്ല, എന്താ ചെയ്യുന്നത്, റിഫ്ലക്ട് ചെയ്യാണ്, അല്ലെ? പ്രതിപദിക്കുകയാണ്. പ്രതിപദിക്കുന്ന ആളാരാണ്, അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്യുന്ന ആളാരാണ്? കണ്ണാടി, മിറേഴ്സ്. ഓക്കെ, മിറേഴ്സ്. ഇവിടെ നോക്കേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ലോസ് ഉണ്ട്. ലൈറ്റ് ഇങ്ങനെ വരുന്നുണ്ട്, തിരിച്ചു പോകുന്നുണ്ട് നമ്മൾ പറഞ്ഞു. അപ്പൊ തോന്നുന്ന പോലെയാണോ തിരിച്ചു വിടുന്നത്? അല്ല, അതിന് ചില ലോസ് ഉണ്ട്, നിയമങ്ങളുണ്ട്, അല്ലെ? നമ്മള് റോഡിലൂടെ പോകുമ്പോൾ, വണ്ടി ഓടിക്കുമ്പോഴൊക്കെ നിയമങ്ങളുണ്ട്, അതുപോലെ ഓടിക്കാൻ പാടുള്ളൂ. അതുപോലെ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നതിനും കുറച്ച് നിയമങ്ങളുണ്ട്, അതുപോലെ റിഫ്ലക്ട് ചെയ്യൂ. ഓക്കെ, അപ്പൊ നോക്കേ, ഇതാണ് നമ്മൾ വരുന്ന ലൈറ്റ്. നമ്മൾ അതിനെ ഇൻസിഡന്റ് റേ എന്ന് വിളിക്കും. ഇൻസിഡന്റ് റേ. ഓക്കെ, IR അല്ലെങ്കിൽ പതനരശ്മി എന്നൊക്കെ മലയാളത്തിൽ വിളിക്കും, അല്ലെ? പതനരശ്മി. ഓക്കെ, പിന്നെ അത് റിഫ്ലക്ട് ചെയ്യുമ്പോൾ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഫ്ലക്റ്റഡ് റേ. ആറാണ് ഞാൻ എഴുതുന്നുണ്ട്, റിഫ്ലക്റ്റഡ് റേ. പ്രതിപതന രശ്മി. ഓക്കെ, പ്രതിപതന രശ്മി. ഓക്കെ, അപ്പൊ നമ്മൾ ഈ റിഫ്ലക്ട് ചെയ്യുന്ന മിററിന് ഒരു ലംബം വരച്ചു, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ വരച്ചു. അപ്പൊ ഈ പെർപെൻഡിക്കുലറും ഇൻസിഡന്റ് റേയും തമ്മിലുള്ള ആംഗിൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലെങ്കിൽ പതനകോൺ. ഓക്കെ, നോട്ട്ബുക്കുള്ളവരൊക്കെ എഴുതി നോക്കുക. സ്കൂളിൽ ഓർമ്മയില്ലാത്തവരും പഠിക്കാത്തവരൊക്കെ എഴുതി നോക്കാം.
ഓക്കെ, അപ്പൊ ഇതൊക്കെ വരാൻ പോകുന്നതാണ്. ഇത് ക്വസ്റ്റ്യൻ ഇതാ പതന കോൺ എന്താണ്, പ്രതിപതന കോൺ എന്താണെന്നൊന്നും USSന് ചോദിക്കൂല. ചോദിക്കൽ എന്താണ്, ആംഗിൾ എത്രയാണ്, ഈ ആംഗിൾ തന്നിട്ട് പ്രതിപതന കോൺ എത്രയെന്നൊക്കെ ചോദിക്കും. അപ്പൊ നമുക്ക് നോക്കാം. പ്രതിപതന കോൺ എന്നാൽ റിഫ്ലക്റ്റഡ് റേയും അല്ലെങ്കിൽ പ്രതിപതന രശ്മിയും ലംബവും തമ്മിലുള്ള ആംഗിൾ ആണ്. ക്ലിയർ? അപ്പൊ രണ്ട് കോണ്, രണ്ട് റേസ്, പേര് ഓർത്ത് വെച്ചോ. പതനരശ്മി, പ്രതിപതന രശ്മി, പതനരശ്മിയും ലംബവും അല്ലെങ്കിൽ ഇൻസിഡന്റ് റേയും നോർമൽ തമ്മിലുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, റിഫ്ലക്റ്റഡ് റേയും നോർമൽ തമ്മിലുള്ള ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇനി ഇത് തമ്മിലൊരു ബന്ധമുണ്ട് അല്ലെ, ഇത് തമ്മിലൊരു ബന്ധമുണ്ട്. I is equal to R. അതായത് പതന കോണും പ്രതിപതന കോണും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഈ കോണും ഈക്വൽ ആയിരിക്കും. നല്ലോണം ഓർത്ത് വെച്ചോ, പതന കോണും പ്രതിപതന കോണും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അത് വെച്ചിട്ട് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ മുന്നേ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ കോണാണ് എങ്ങോട്ടാണ് റിഫ്ലക്ട് ചെയ്യുന്നത് തീരുമാനിക്കുന്നത് അല്ലെ. അതായത് ഇങ്ങനെ വന്നാൽ ഇങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നത് ഈ കോണാ. ഈ കോണ് വേറെ ആണെങ്കിൽ അതിങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്ന വഴിയും മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതാണ് ഇതിന്റെ ലോസ് പറയുന്നത്. അത് എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് റിഫ്ലക്ട് ചെയ്യൂല, പതന കോൺ എത്രയാണോ അതേ കോണിലായിരിക്കും തിരിച്ച് റിഫ്ലക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് അറിയാം ഇങ്ങനെ വന്നാൽ ഇങ്ങനെ പോകും. ഓക്കെ, അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പറഞ്ഞാൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഇതാ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഫിനോമിന ഓഫ് ലൈറ്റ് കോസസ് ദ ഫോർമേഷൻ ഓഫ് എ ക്ലിയർ ഇമേജ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, പക്ഷേ USSന് ചോദിച്ച ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണല്ലേ. ക്ലിയർ ഇമേജ് ഫോം ചെയ്യുന്നതിന്റെ ഫിനോമിന ഏതാണ്? സ്കാറ്ററിംഗ് ആണോ, ഡിഫ്യൂട്ട് റിഫ്ലക്ഷൻ ആണോ, റിഫ്രാക്ഷൻ ആണോ? അല്ല, റെഗുലർ റിഫ്ലക്ഷൻ, ക്രമപ്രതിപതനമാണ്. ചോദ്യം എന്താണ്? നല്ല ക്ലിയർ ഇമേജ് കിട്ടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഏത് ഫിനോമിനാണ് അല്ലെങ്കിൽ ഏത് പ്രതിഭാസമാണ്? ക്രമപ്രതിപതനം അല്ലെ. പ്രതിപതനത്തിനെ പറ്റി നമ്മൾ പഠിച്ചു. അപ്പൊ എന്താ സാർ ഈ ക്രമപ്രതിപതനം അല്ലെങ്കിൽ എന്താണ് ഈ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ, വിസരിത പ്രതിപതനം? തമ്മിലെ വ്യത്യാസം എന്താ? ഇവിടെ നോക്കിക്കോ, ഇതാണ് ക്രമപ്രതിപതനം അല്ലെങ്കിൽ റെഗുലർ റിഫ്ലക്ഷൻ. റെഗുലർ റിഫ്ലക്ഷൻ. ഓക്കെ, എന്താ ഇവിടുത്തെ ഇതാണ് നമ്മുടെ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ മലയാളം എന്തായിരുന്നു, ഞാൻ മറന്നുപോയി. വിസരിത പ്രതിപതനം. ഇതാണ് വിസരിത പ്രതിപതനം. ഓക്കെ, ക്രമപ്രതിപതനം, വിസരിത പ്രതിപതനം അല്ലെങ്കിൽ റെഗുലർ റിഫ്ലക്ഷൻ, ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ. അപ്പൊ ഇതിലാണ് നല്ല ക്ലിയർ ഇമേജ് കിട്ടുക. കാരണം എന്താ, വരുന്ന റേസ് എല്ലാം നോക്കി പാരലായിട്ട് വരുന്നു, പാരലായിട്ട് തിരിച്ചു പോകുന്നു. ഓക്കെ, ഇവിടെ നോക്കി ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ നോക്കി, ഇൻസിഡന്റ് റേസ് ഇങ്ങനെ വരുന്നു, അങ്ങനെ എങ്ങനെയൊക്കെയോ തിരിച്ചു പോകുന്നു. ഓക്കെ, ഒരു ക്രമം ഇല്ലാതെയാണ് ഇവിടെ തിരിച്ചു പോകുന്നത്. അതാണ് ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ, ഇതാണ് റെഗുലർ റിഫ്ലക്ഷൻ. ഇവിടെ ആയിരിക്കും നമുക്ക് ക്ലിയർ ഇമേജ് കിട്ടാം. ഫോർ എക്സാമ്പിൾ മിററിൽ നമ്മുടെ സമതല ദർപ്പണമൊക്കെ ഉണ്ടല്ലോ, നമ്മളെ വീട്ടിലെ കണ്ണാടി, അതിലൊക്കെ നടക്കുന്നത് റെഗുലർ റിഫ്ലക്ഷൻ ആണ്, അല്ലാത്തതിന് നടക്കുന്നത് ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ ആണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനില്ലാത്തതാണ്, വിദ്യ ക്ലാസ്സിൽ പഠിക്കാനുള്ളതാണ്. സ്കാറ്ററിങ്, അതുപോലെ റിഫ്രാക്ഷൻ ഒക്കെ. ഓക്കെ, ഇതൊക്കെ ലൈറ്റിന്റെ പ്രതിഭാസങ്ങളാണ്. നമ്മൾ ഇപ്പൊ പഠിക്കുന്നത് റിഫ്ലക്ഷൻ മാത്രമാണ്. ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക റെഗുലർ റിഫ്ലക്ഷൻ, ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ. ഓക്കെ, ക്രമപ്രതിപതനം, വിസരിത പ്രതിപതനം. എവിടെയാണ് ക്ലിയർ ഇമേജ് കിട്ടുന്നത്? ക്രമപ്രതിപതനം അല്ലെങ്കിൽ റെഗുലർ റിഫ്ലക്ഷനിൽ. ചോദ്യം, the following objects reflects light well. നന്നായിട്ട് ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്നത് ആരാ? ഏറ്റവും ബെസ്റ്റ് മിറർ ആണ് അല്ലെ. കാരണം അവിടെയാണ് ഏറ്റവും നല്ല ഇമേജ് കിട്ടുന്നത്. ഓക്കെ, അതായത് ഏറ്റവും നന്നായിട്ട് ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾ ആലോചിക്കേണ്ടത് എവിടെയാണ് നല്ല ക്രമപ്രതിപതനം നടക്കുക അല്ലെങ്കിൽ നല്ല റെഗുലർ റിഫ്ലക്ഷൻ എവിടെ നടക്കുക? മിററിലാണ്. പക്ഷെ മിറർ ഓപ്ഷൻ ഇല്ല. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ നോക്കാം. കാർഡ്ബോർഡ്, തുണിയിലൊക്കെ നമുക്ക് ഈ മിറർ കിട്ടോ? ഇല്ല. കാർഡ്ബോർഡിൽ കിട്ടോ? ഇല്ല. റൂഫിംഗ് ടൈൽ, ഓടിൽ കിട്ടോ? ഇല്ല. ന്യൂ സ്റ്റീൽ പ്ലേറ്റ്, അതിൽ നമുക്ക് കുറച്ച് ഇമേജ് ഒക്കെ കിട്ടും. ഓക്കെ, അവിടെ ക്രമപ്രതിപതനം ഒന്നല്ല, പക്ഷെ സ്റ്റിൽ നമുക്കൊരു ഇമേജ് കിട്ടും. ഓക്കെ, റിഫ്ലക്ട് ചെയ്യുന്നത് കമ്പാരിറ്റീവ്ലി അല്ലെങ്കിൽ ഇവരെ വെച്ചൊക്കെ നോക്കുമ്പോൾ, കാർഡ്ബോർഡിനെയും തുണിനെയും മോഡിനൊക്കെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി സ്റ്റീൽ പ്ലേറ്റിലാണ് നമുക്ക് കുറച്ചെങ്കിലും നന്നായിട്ട് പ്രതിപതനം നടക്കുന്നത്, ഇമേജ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ മിറർ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ മിറർ ആയിരുന്നു വെക്കേണ്ടത്. പക്ഷെ മിറർ ഇല്ലാത്ത നമ്മൾ സ്റ്റീൽ പ്ലേറ്റോട് പോയി. അടുത്ത ക്വസ്റ്റ്യൻ, the angle of ray incident on a mirror is 60 degree. What is the angle of reflection? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ. ചോദ്യം എന്താ, നന്നായിട്ട് ശ്രദ്ധിച്ചോ. ഇവിടെ ഒരു മിറർ ഉണ്ട്. ആംഗിൾ ഓഫ് ഇൻസിഡന്റ്, ഓക്കെ, ആംഗിൾ ഓഫ് ഇൻസിഡന്റ്, ഓക്കെ, എത്രയാന്ന് പറഞ്ഞത്? 60 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എത്രയാണെന്നാ ചോദ്യം. വളരെ ഈസിയാണ്. I is equal to R. അപ്പൊ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും 60 ഡിഗ്രി തന്നെ. ദർപ്പണത്തിൽ പതിക്കുന്ന പതനരശ്മിയുടെ പതനകോൺ 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോൺ എത്രയാണ്? ഇതൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആണോ? പക്ഷെ ചോദിച്ചിട്ടുണ്ട്. വളരെ ഈസിയാണ്.
പക്ഷെ ഇത് ടഫായിട്ടും ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിക്കാൻ പറ്റുന്ന രീതിയിലും ചോദിച്ചിട്ടുണ്ട്. ഇവിടെ പതന കോണ് പ്രതിപതന കോണൊക്കെ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ തെറ്റിക്കാൻ വേണ്ടിയിട്ടും ഇതുപോലെ ക്വസ്റ്റ്യൻ ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാ ഞാൻ കാണിച്ചു തരാം. നോക്കേ, എ റേ ഓഫ് ലൈറ്റ് സ്ട്രൈക്സ് എ ഫ്ലാറ്റ് മിറർ and the total angle formed between the incident ray and the reflected ray is 680 degree. അതായത് നോക്കേ ഇവിടെ എന്തൊക്കെയോ പറയും, ഒന്നും പേടിക്കണ്ട കേട്ടോ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഈ ടേംസ് ഒക്കെ കറക്റ്റ് ആയിട്ട് അറിയണം, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ വാക്കുകൾ. ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും തമ്മിലുള്ള ആംഗിൾ 80 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ട് ഈ ആംഗിൾ 80 ഡിഗ്രി ഡയറക്ട്ലി ഇൻസിഡന്റ് ആംഗിളും റിഫ്ലക്റ്റഡ് ആംഗിളും തന്നിട്ടില്ല. ഇനി എന്താ ചോദിച്ചത്, വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ റിഫ്ലക്റ്റഡ് റേ ആൻഡ് സർഫസ് ഓഫ് ദ മിറർ? ഓക്കെ, നോക്ക്, റിഫ്ലക്റ്റഡ് റേയും അതായത് ഈ റേയും സർഫസും ഈ ആംഗിൾ എത്രയേ എന്നാണ് ചോദ്യം. എങ്ങനെ കണ്ടുപിടിക്കുക? നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ആലോചിച്ച് നോക്കേ എങ്ങനെ കണ്ടുപിടിക്കുക? ഈസി ആണല്ലേ? ഇതെന്താണ് ഈ ആംഗിൾ 80 ഡിഗ്രി എന്ന് പറഞ്ഞാൽ I+R ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും രണ്ടും കൂടി ചേർന്നിട്ടുള്ള ആംഗിൾ അല്ലേ? കാരണം ഇവിടെ ഒരു നോർമൽ ഉണ്ട്, ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും രണ്ടും കൂടി ചേർന്നിട്ടാണ് 80 ഡിഗ്രി. ഇത് രണ്ടാളും ഈക്വൽ ആണേനും എന്ന് വെച്ചാൽ ഓരോരുത്തരും 40 ഡിഗ്രിയാണ്. ഈ ആംഗിൾ 40 ഡിഗ്രിയാണ്. ഈ ആംഗിൾ 40 ഡിഗ്രിയാണ്. ഇത് എത്രയാ? ഇത് ടോട്ടൽ 90 ആണ്. അപ്പൊ ഈ ആംഗിൾ 90 മൈനസ് 40 അല്ലെ? 90 മൈനസ് 40 വിച്ച് ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി. ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷേ ചെറിയൊരു ട്വിസ്റ്റിൽ ചോദിച്ചു, അത്രേ ഉള്ളൂ. എന്തായിരുന്നു ചോദ്യം? മനസ്സിലാവാത്ത ഞാൻ ഒന്നുകൂടി പറയാം. ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും തമ്മിലുള്ള ആംഗിൾ തന്നിട്ടുണ്ട് 80 ഡിഗ്രി. അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഡയറക്ട്ലി തന്നില്ല. പക്ഷെ അവിടെ നമുക്ക് മനസ്സിലാക്കാം ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഓരോന്നും 40 ആയിരിക്കും അല്ലെ? ഓരോന്നും 40 ആയിരിക്കും. അല്ലാതെ വേറൊരു വഴിയില്ല. കാരണം രണ്ട് ഈക്വൽ ആയിട്ടുള്ള ആൾക്കാർ 80 ഫോം ചെയ്യുന്നു, 80 ഫോം ചെയ്യുന്നു പറഞ്ഞാൽ ഒരാൾ 40 ആണ്. അപ്പൊ ഇയാള് 40, ഓക്കെ, ഇയാള് 40, ഇത് ടോട്ടൽ 90. അങ്ങനെയാണെങ്കിൽ ഇയാൾ എത്രയാ? ടോട്ടൽ 90 40 കുറച്ചാൽ എത്രയാണോ അത്ര 50 ഡിഗ്രി. 50 ഡിഗ്രിയാണ് ഉത്തരം. ഓക്കെ, അപ്പൊ ഇതിൽ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ? നമ്മളെ പെരിസ്കോപ്പ്, അതുപോലെ കെൽഡോസ്കോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ, അതും കൂടി നമുക്ക് നോക്കിയിട്ട് പരിപാടി നിർത്താം. ഓക്കെ, പിന്നെ പ്ലെയിൻ മിററിന്റെ കുറച്ച് പ്രത്യേകത അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ അതൊന്നും കൂടി പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ മൈൻഡ് റിഫ്രഷ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊന്നുകൂടി ഓർത്ത് വെക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കി, ഇൻ വിച്ച് ഇമേജ് ഡസ് പ്രോപ്പർ ഇമേജ് ഫോർമേഷൻ ടേക്സ് പ്ലേസ് ഇൻ പെരിസ്കോപ്പ്? പെരിസ്കോപ്പിൽ ഒരു ശരിയായ പ്രതിബിംബ രൂപീകരണം നടക്കുന്നത് ഏത് ചിത്രത്തിൽ? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്ക്, പെരിസ്കോപ്പിന്റെ പിക്ചർ ഏതാണ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്? സി ആണല്ലേ? സി ആണ്. ഓക്കെ, കാരണം എന്താ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല യുദ്ധത്തിന്റെ സമയത്തൊക്കെ നമ്മൾ ട്രഞ്ചിലൊക്കെ ഇരുന്നിട്ട് അല്ലെങ്കിൽ കിടങ്ങിലൊക്കെ ഇരുന്നിട്ട് അങ്ങനെ നോക്കുന്നത്. അപ്പൊ മുകളിൽ നിന്ന് വന്നത് കറക്റ്റ് ആയിട്ട് താഴോട്ട് എത്തി നമ്മുടെ കണ്ണിൽ ഇവിടെ ആയിരിക്കും നമ്മൾ നോക്കുക. ഓക്കെ, ഇത് എന്റെ കണ്ണാണെന്ന് ചോദിച്ചോ. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇതാ ഈ ഒരു ആംഗിൾ ഇതാ ഇങ്ങനെയും വേണം കണ്ണാടി വെക്കാൻ. ഇവിടെ വെച്ചാൽ എന്താ പ്രശ്നം? ഇവിടെ ഇത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇയാള് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇയാള് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, ഇയാള് രണ്ടാളും ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, ഇവിടെയും ഇയാളൊക്കെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ബ്ലോക്ക് ചെയ്യാതെ ലൈറ്റ് റേ നമ്മുടെ കണ്ണിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ സി മാത്രമാണ് പോസിബിൾ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ഇവിടെയൊക്കെ റിഫ്ലക്ഷൻ ആണ് നടക്കുന്നത്. നോക്കിക്കോ, പെരിസ്കോപ്പ്, ഒബ്ജക്റ്റ് ഇവിടെ, കണ്ണിവിടെ. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ടുള്ള വേറെ ക്വസ്റ്റ്യൻ. When a person standing in front of a mirror raise his left hand and sees the reflection right hand raise. അതായത് ഞാനൊരു കണ്ണാടിന് മുന്നിൽ നിന്നിട്ട് ലെഫ്റ്റ് ഹാൻഡ് പൊക്കിയാൽ അവിടെ റൈറ്റ് ഹാൻഡ് ആയിരിക്കും അയാൾ പൊക്കുക, അയാളെ റൈറ്റ് ഹാൻഡ് ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലെ? നിങ്ങളുടെ വീട്ടിന്റെ കണ്ണാടിന് മുന്നിൽ നിന്നിട്ട് നമ്മൾ അതേപോലത്തെ അവിടെ ആൾ അപ്പോഴും കണ്ണാടിന്റെ ഉള്ളിൽ നമ്മൾ അതേപോലത്തെ ആളുണ്ടാവും. അപ്പൊ നിങ്ങളെ അടുത്തേ കൈ പൊക്കിയാലേ അയാളെ വലത്തേ കൈയായിരിക്കും പൊക്കുക അല്ലെ? ഇയാൾ ഇവിടെ നിന്നിട്ട് പൊക്കുമ്പോൾ അത് വലത്തേ കൈയായിട്ട് തോന്നൂലേ? യെസ്. അപ്പൊ അതിനെ നമ്മൾ എന്താ പറയാ? അതൊരു പ്ലെയിൻ മിററിലെ ഇമേജിന്റെ ഫീച്ചർ ആണ്, അല്ലെങ്കിൽ സവിശേഷതയാണ്. അപ്പൊ ഈ ഒരു പ്രക്രിയക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ്? ലാറ്ററൽ ഇൻവേർഷൻ, പാർശ്വിക വിപര്യം എന്ന് മലയാളത്തിൽ പറയും. ഓക്കെ, മറന്നു പോകരുത്. ഇവിടുത്തെ ഇടത്തെ സൈഡ്, അവിടുത്തെ വലത്തെ സൈഡ്. ഓക്കെ, ഇവിടുത്തെ ഇടത്തെ കണ്ണ്, അവിടുത്തെ വലത്തെ കണ്ണ്, അങ്ങനെ. ഓക്കെ, ഞാൻ ഇവിടുത്തെ ഇടത്തെ കാലോ കയ്യോ ഒക്കെ പൊക്കിയാൽ അയാൾ അവിടെ പൊക്കാൻ പോകുന്നത് അയാളുടെ വലത്തെ കാലും ഇടത്തെ കാലും ഒക്കെ ആയിരിക്കും. ഓക്കെ, നേരെ മാറുന്നത് പാർശ്വിക വിപര്യം, ലാറ്ററൽ ഇൻവേർഷൻ. അതാ നോക്ക്, ഇയാള് റൈറ്റ് ഹാൻഡ് ആണ്, നേരെ മറിച്ച് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇത് ലെഫ്റ്റ് ഹാൻഡ് ആണ്. ഓക്കെ, അപ്പൊ ഈ പിക്ചർ നിങ്ങൾ നോക്കണമെന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ണാടിന് മുന്നിൽ പോയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, റെഡി. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് പ്രിൻസിപ്പൽ അക്കൗണ്ട് ഫോർ ഇല്യൂഷൻ ഓഫ് കാലിഡോസ്കോപ്പ്? യെസ്, പെരിസ്കോപ്പ് പോലെയുള്ള വേറെ ഇൻസ്ട്രുമെന്റ് ആണ് അല്ലേ കാലിഡോസ്കോപ്പ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചർ ഒക്കെ കാണുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചില സ്കൂളുകളിലൊക്കെ പോയി കാണുന്നുണ്ടെങ്കിൽ വെരി
എന്താണ് ചില ടീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും സ്കൂളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ. പെരിസ്കോപ്പ് അല്ലാത്ത കലിഡോസ്കോപ്പ് ആണത്. ഇതിന് കാരണം എന്താ? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആണല്ലേ, ഒരുപാട് കണ്ണാടികൾ കൊണ്ടുള്ള ഒരു മാജിക് ആണിത് അല്ലെ. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ, ആവർത്തന പ്രതിപതനമാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അവിടെ ഒന്നോ രണ്ടോ ചെറിയ പിക്ചേഴ്സ് ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ കണ്ണാടികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്തിട്ട് നമുക്കൊരു ബ്യൂട്ടിഫുൾ പിക്ചർ അതിൻ്റെ ഉള്ളിൽ കിട്ടും. കാലിഡോസ്കോപ്പ്. ഓക്കെ, കാലിഡോസ്കോപ്പ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. 2 കണ്ണാടികൾ ഒരു പെർട്ടിക്കുലർ ആംഗിൾ വെച്ചാൽ എത്ര ഇമേജ് ഉണ്ടാവുന്നു? എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഓക്കെ, എന്തായിരുന്നു ക്വസ്റ്റ്യൻ? എന്തായിരുന്നു നോക്കേ, ഇവിടെ ഒരു പ്ലെയിൻ മിറർ ഉണ്ട്, ഇവിടെ ഒരു പ്ലെയിൻ മിറർ ഉണ്ട്, ഇവിടെ വേറൊരു പ്ലെയിൻ മിറർ ഉണ്ട്. ഇവർ എൻ്റെ ഇടയിലുള്ള ആംഗിൾ തീറ്റ എക്സ് എന്ത് വേണം നിങ്ങൾ വിളിച്ചോ, ഞാൻ തീറ്റ എന്ന് വിളിച്ചു, ഒരു ഗ്രീക്ക് ലെറ്റർ തീറ്റ ആംഗിളിനെ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 പ്ലെയിൻ മിറർ തമ്മിലുള്ള ആംഗിൾ തീറ്റയാണ്. ഞാൻ ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചു, ഒരു മെഴുകുതിരി വെച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ 2 മിററിലും കൂടി എത്ര ഇമേജ് ഉണ്ടാവും എന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട ഇക്വേഷൻ ആണ് n is equal to 360 by theta minus 1. 360 by theta minus 1. അപ്പോൾ ഈ ആംഗിൾ 90 ആണെന്നുണ്ടെങ്കിൽ 360 by 90 minus 1. 360 by 90 minus 1 which is 3. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം. ഇതെന്താ ചോദ്യം? 2 മിറർ ഉണ്ട്, അവർ തമ്മിലുള്ള ആംഗിൾ 60 ആണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് വേഗം ചെയ്ത് നോക്കാം. 360 by 60 minus 1. ഓക്കെ, ഈ 0 വെട്ടിപ്പോകും. 36 6 എന്ന് പറഞ്ഞാൽ 6 ടൈംസ് ആണ്. 6 minus 1 which is equal to 5. ഓക്കെ, വേഗം ചെയ്തിട്ട് നമുക്ക് വേഗം സമയം ലാഭിച്ചിട്ട് ബാക്കി മാത്സ് ഒക്കെ ചെയ്യാനുള്ളതാണ് അല്ലേ. മാത്സും അതുപോലെ ഫിസിക്സിലും വേറെയും ക്വസ്റ്റ്യൻസ് ഒക്കെ കെമിസ്ട്രിയിലൊക്കെ വേഗം ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ളതാണ്. ഫിസിക്സ് കെമിസ്ട്രി ബയോളജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം സെയിം ആണ്. അപ്പോൾ എല്ലാവരും ഈസി ക്വസ്റ്റ്യൻസ് വേഗം ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ഇക്വേഷൻ ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ഇത് വേഗം ഇത് കൂടുതൽ പ്രാക്ടീസ് ചെയ്താലുള്ള ഉപകാരം ഇതാണ്. ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ അറിയണ്ടാവും. പക്ഷെ നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്താലേ നമ്മുടെ സ്പീഡ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. നമുക്ക് വേഗം ചെയ്തിട്ട് ബാക്കി ക്വസ്റ്റ്യന് സമയം കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ ആംഗിൾ ഞാനിവിടെ 180 എടുത്താൽ 180 ഡിഗ്രി എടുത്താൽ, അതായത് ഈ 2 പ്ലെയിൻ മിറർ തമ്മിലുള്ള ആംഗിൾ 180 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ എത്ര നമ്പർ ഓഫ് ഇമേജസ് കിട്ടുമെന്ന് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കാം 180 ഡിഗ്രി ആകുമ്പോൾ എങ്ങനെ ഇത് വരിക, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഇമേജസ് കിട്ടുന്നതെന്നെല്ലാം ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ നമ്പർ ഓഫ് ഇമേജസ് കമന്റ് ചെയ്യുക. ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. ഇവിടെ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി സോൾവ് ചെയ്ത് നോക്കുക. എല്ലാവരും വെൻ ലൈറ്റ് റിഫ്ലക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഫുൾ മാർക്ക് വാങ്ങുക. ഓൾ ദി ബെസ്റ്റ്.